എസ്രായേൽ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ആമേ സ്തോത്രം നമുക്ക് ആമേ ശുശ്രൂഷയിലേക്ക് കടക്കാം. ദ ബുക്ക് ഓഫ് എസ്രാ ചാപ്റ്റർ 8 വേഴ്സസ് 21 ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടത്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഒരു ഉപവാസ പ്രാർത്ഥന എസ്രാ പ്രസിദ്ധപ്പെടുത്തുകയും എന്തിനു വേണ്ടിയാ? ഫസ്റ്റ് തിങ്സ്, ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുക. ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളത്. സമർപ്പണമില്ലാത്തടത്ത് പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുകയും. അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്ങനെ ഞങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഉപവസിച്ചു. ഞങ്ങൾ ദൈവത്തോട് അതിനെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷയങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ പറഞ്ഞ് എഴുതി വെച്ചാൽ മാത്രം പോരാ, എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. സ്തോത്രം പറഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തെല്ലാം എഴുതി വെച്ചോ, എന്തെല്ലാം പ്ലാൻ ചെയ്തോ, എന്തെല്ലാം ആമേ സ്വോത്രം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു, അതെല്ലാം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു എന്ന് പറയാനാണ് ഇവിടെ നല്ലത്. കാരണം എന്നറിയാം, നമ്മുടെ പിതാവും അപ്പനും മക്കളുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിച്ചെടുക്കുക. വാസപ്രാർത്ഥനയ്ക്കകത്ത് ഏറ്റവും വലിയ അനിവാര്യമായിരിക്കുന്നത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. സ്തോത്രം. എന്താ കാര്യം? അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നമ്മുടെ അവസ്ഥ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പറഞ്ഞേ, ഇന്ന് രാത്രി ആമേ സ്തോത്രം, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ലെന്ന് അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. When you surrender unto the Lord, നമ്മൾ എപ്പോ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നുവോ അപ്പോൾ ദൈവപ്രവർത്തി നമ്മിൽ ആരംഭിക്കും. സ്തോത്രം. അപ്പൊ അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇവിടെ നാം വായിക്കുമ്പോൾ ഇപ്പൊ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപവസിക്കുന്നത്? ഒന്ന്, ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുക. സ്തോത്രം. രണ്ടാമത്, ഞങ്ങൾക്ക്, അപ്പനും അമ്മയും പേരൻസ്, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 3, ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 4, ഞങ്ങളുടെ സകല സമ്പത്ത്, ഈവൻ ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ ആ പെൻസിൽ വരെ ദൈവസന്നിധിയിൽ ലിസ്റ്റഡ് ആയിരിക്കും. എത്ര പേരുണ്ട്? സകല സമ്പത്ത് ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ബാങ്കിൽ കിടക്കുന്ന പണമാണെങ്കിലും നിന്റെ ദൈവം നിനക്ക് തന്ന സകല സമ്പത്ത് ദൈവമക്കൾ വളരെ ശക്തമായി ഉപവസിച്ച് തന്നെ പ്രാർത്ഥിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മളൊന്നും അതൊന്നും ചിന്തിക്കാറ് പോലും. ഈവൺ ഒരു പെൻസിൽ നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അത് നിനക്ക് ദൈവം തന്നതാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എസ്രായെ പോലെ ദൈവസ്ഥലത്തിൽ ഉപവസിക്കുമ്പോൾ, കർത്താവെ നീ എനിക്ക് തന്ന പെൻസിലിനായി സ്തോത്രം. ഇതെല്ലാം ദൈവം എനിക്ക് തന്നത്. എന്റെ കഴിവോ മിടുക്കോ പ്രാപ്തിയോ ബുദ്ധിയോ ശക്തിയോ ധനമോ പണമോ പാരമ്പര്യമോ ഒന്നുമല്ലെന്ന് നീ എപ്പോ സമ്മതിക്കുന്നു അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കുക. നേൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി ഐ സറണ്ടർ. എല്ലാവരും ദൈവത്തെ ഏൽപ്പിച്ചു. എല്ലാവരും എപ്പോൾ നമ്മൾ ദൈവസ്ഥനെ സമർപ്പിക്കുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിക്കാം.
ഇന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കും യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു ദൈവം, നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം. ഇവിടെ വായിക്കാൻ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര, നമുക്കൊരു ശുഭയാത്ര അവനോട് യാചിക്കണം. അമ്മ പറഞ്ഞു, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ശുഭയാത്ര? എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ കുടുംബത്തിനും ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്വതത്തോടെ നാട്ട് ഒരു ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് അഹവ ആറ്റിന്റെ അരികെ ഞാൻ ഒരു ഉപവാസം പ്രസിദ്ധപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ശുഭഭാവി ആമേ പറഞ്ഞു എല്ലാവരും പറഞ്ഞ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി അവൻ പറഞ്ഞ അർത്ഥം The book of Jeremiah chapter 29 verse 11. ആമേൻ വായിക്കും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ശുഭഭാവിയെ കുറിച്ച് പ്രത്യാശ ഉണ്ടായിരിക്കണം. സ്തോത്രം പറഞ്ഞു. അപ്പോ നമുക്ക് അതുകൊണ്ട് അതിനെ ഉപസിക്കുന്നത്, നമ്മുടെ ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയുള്ള ആ വ്യക്തിയെ ഉപസിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. തിനി ആൻഡ് ജോർജ് ദൈവത്തെ സൂചിച്ചിട്ടുണ്ടാവും. ലിൻസി, അപ്പൊ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്കുണ്ടാകേണ്ടതിന് ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, പ്ലാൻ ദൈവസന്നിധിയില. ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ നിനക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയാകും. നന്മയ്ക്കത്ര. അപ്പൊ ഈ ദിവസങ്ങളിൽ നന്മയുടെ വഴി അതരവനകതല ഘടകം. സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ നന്മ നിന്റെ കയ്യിൽ ഏന്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന കൈമാറും. അമ്മയെ പറഞ്ഞു, നാളുകൾ കഴിയുന്നതോ മാസങ്ങൾ കഴിയുന്നതോ ആമേൻ കാലങ്ങൾ കടന്നു പോകുന്നതോ തിന്മയ്ക്കല്ല കുഞ്ഞെ, നന്മയ്ക്കത്രേ ആകും. നന്മയ്ക്കത്രയാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ കാലങ്ങൾ കഴിഞ്ഞത്? ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു, നിലവിളിച്ചു, പരിഹസിക്കപ്പെട്ടു, നാളുകൾ കഴിഞ്ഞു. പക്ഷേ ഒരു നാൾ അവളെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപ ഇസ്രായേലിന് മുഴുവൻ നന്മയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ട് പോവുക. ഈ രാത്രി കാലങ്ങൾ കഴിഞ്ഞുപോയത്, നാളുകൾ കഴിഞ്ഞുപോയത്, ഈ നാളുകൾ നന്മയാക്കി മാറ്റാൻ പോവുക ദൈവം. ഓ റബശവനകരമനകതലഘടകസി കാലചക്രങ്ങൾ ഇപ്പോൾ തിരിക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങളാമേ. ഹിസ്കിയാവിനോട് ദൈവം പറയാണ്, ഞാൻ പറഞ്ഞ ദൂത് ദൈവാലോചന നിന്നിൽ നിവർത്തിയായി തീരുമെന്ന് നീ വിശ്വസിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആമേ സ്തോത്രം, കർത്താവ് തന്നെ പറഞ്ഞു, ആകാശത്തിന്റെ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി പുറകോട്ട് തിരിക്കണോ മുന്നോട്ട് തിരിക്കണോ എന്ന് ചോദിച്ചു. ഉടനെ ഹിസ്കിയാവ് പറഞ്ഞു, കർത്താവേ, മുന്നോട്ട് ഇറങ്ങി പോകുന്നതൊക്കെ എളുപ്പമല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. ഇറങ്ങിപ്പോയത് തിരിഞ്ഞു വരാനുള്ള കാര്യം എളുപ്പമാണ്. മുന്നോട്ട് ഓടാൻ പറ്റും, പക്ഷേ പിറകോട്ട് ഓടിയതിനെ അല്ലെങ്കിൽ മുന്നോട്ട് ഓടിയതിനെ പിറകോട്ട് തിരിക്കുവാൻ അസാധ്യമായ കാര്യം. അതുകൊണ്ട് പിറകോട്ട് തിരിയുന്നത് എളുപ്പമെന്ന് പറയും. സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് ദൈവം പറയാം, ചിലരുടെ കഴിഞ്ഞുപോയ സമയങ്ങളെ ദൈവം തിരിക്കാൻ പോകും. ഇറങ്ങിപ്പോയ സമയങ്ങളെ റവന ശാന്തര ദിഗമനകതല കിടക്കും. കാലചക്രങ്ങളെ മാറ്റുവാൻ യഹോവയ്ക്ക് കഴിയും. സൂര്യന്റെ ഘടികാര വ്യവസ്ഥ അനുസരിച്ച എന്ന് പറഞ്ഞ സൂര്യത്തിന്റെ ഗതി അനുസരിച്ച്, സൂര്യന്റെ വെളിച്ചത്തിന്റെ ഗതി അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ ഇറങ്ങിപ്പോയിരുന്ന ആ ഘടികാരത്തെ ദൈവം 10 പടി പിറകോട്ട് തിരിക്കുമാറാക്കിയതുപോലെ ചിലരുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ,
ലൗലി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെയും കാലങ്ങളെയും ആമീൻ ഈ കാലഘട്ടത്തിൽ ഞാൻ തിരികെ കൊണ്ടുവരും. നിന്റെ ജീവിതത്തിനകത്ത് ഞാനത് തിരികെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന കൈമാറുകയാ. ഇന്ന് രാത്രി ആമീൻ നിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നിന്റെ പാത അറിയുന്നവനാ നിന്റെ ദൈവം. സ്തോത്രം. ആവശ്യം പലപ്പോഴും സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പദമുണ്ട്. 142 സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ എഴുതുന്നത്. ആമിസ്വത്ത് എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ എന്റെ പാതയെ അറിയുന്നവൻ എന്റെ ദൈവം. ഇന്ന് ചിലരുടെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് വലിയ വിടുതൽ വ്യാപരിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാവി നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടാകുമെന്ന് കർത്താവിന്റെ ആത്മാവ് ഇടപെടും. അപ്പൊ ഇറങ്ങിപ്പോയ, നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ കൈവിട്ടു പോയ ചിലതൊക്കെ തിരികെ പിടിക്കാൻ പോവുക. ആ ലൗലി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അപ്പൊ ദൈവാത്മാവ് സ്തോത്രം ഈ ധൈര്യപ്പെടുക എന്നുള്ളത് ഒരു പദം. ദാവീദിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം അവന്റെ ഭാര്യമാർ, അവന്റെ മക്കൾ എല്ലാം സകല സമ്പത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ സ്തോത്രം എല്ലാവരും അവനെ കല്ലെറിയാൻ നോക്കി, ഇല്ലയോ? കല്ലെറിയാൻ നോക്കിയപ്പോൾ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യം. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണം, ഞാൻ ഇതിനെ ഫോളോ ചെയ്യണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുക. ഏറ്റെടുത്തു. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം, കർത്താവ് ഞാൻ അത് ഫോളോ ചെയ്യണോ, എനിക്ക് അതിന് എത്തിപ്പിടിക്കാൻ കഴിയുമോ? ആമേൻ, സ്തോത്രം എന്നുള്ള ഈ ചോദ്യത്തിന് ദ ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 30:8 ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആമേൻ, എനിക്കതിനെ എത്തിപ്പിടിക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, പിന്തുടരുക, നീ അതിനെ നിശ്ചയമായും പിടിക്കോ? ആമേൻ പറഞ്ഞ് അനുജത്ത് ആമേൻ പറഞ്ഞു കൊടുത്താണ്. അപ്പൊ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാണ്, നിനക്കത് ഫോളോ ചെയ്യും, നീ അത് ഫോളോ ചെയ്യും. ഹല്ലേലൂയ. നിശ്ചയമായും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസ്ഥാനത്തിൽ വെച്ചിരിക്കുന്ന വിഷയത്തെ നീ എത്തിപ്പിടിക്കും. പറഞ്ഞാട്ടെ, ഞാൻ അതിനെ പിടിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അപ്പൊ ഇന്ന് രാത്രി നിന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്. 1000-ങ്ങളിൽ ഒരുവനാണ്, 10,000-ങ്ങളിൽ ഒരുവൻ. നിന്റെ വിശ്വാസം വലിയതെന്ന് കർത്താവ് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ അനുജിത്ത് എന്ന അതിവയസ്സിൽ കാണുന്ന പ്രിയ സഹോദരനെ നോക്കി ദൈവാത്മാവ് പറയുക, ആമേൻ, സ്തോത്രം, നീ ചിലത് പിടിച്ചെടുക്കാനായിട്ട് പോകും. സകലത്തെയും നീ വീണ്ടുകൊള്ളും, സകലത്തെയും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ സകലത്തെയും വീണ്ടുകൊള്ളും? പിന്തുടരുക. ആമീൻ. കർത്താവിലുള്ള അവന്റെ വിശ്വാസത്താൽ നീ പിന്തുടരുക, നീ സകലത്തെയും വീണ്ടുകൊള്ളും. കർത്താവിൽ പറയും, എത്തിപ്പിടിക്കും. മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തലങ്ങളെ നിങ്ങൾ എത്തിപ്പിടിക്കും. ആമേൻ പറഞ്ഞേ. സ്തോത്രം. അഭിഷേക് കർത്താദാസ ദൈവത്തെ സ്തുതിച്ചാട്ട്, നീ അത് എത്തിപ്പിടിക്കും. ആ വെച്ചിരിക്കുന്ന വലിയ മാസ്റ്റർ പ്ലാൻ, ആ വലിയ പ്ലാനിനകത്ത് നിങ്ങൾ അതിനെ എത്തിപ്പിടിക്കും. കർത്താവ് അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, എനിക്കതിനെ എത്തിപ്പിടിക്കാൻ കഴിയുമോ? ആ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? നീ ഏൽപ്പിച്ച ഈ ദൗത്യം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകണമോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നൊക്കെ നിൽക്കുന്ന ചില മേഖലക്കകത്ത് ആത്മാവേ, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷാതലവുമായി നീ മുന്നോട്ട് പോകും. നീ സകലതും എത്തിപ്പിടിക്കും. ആമേൻ, സ്തോത്രം. എത്തിപ്പിടി, സകലത്തെയും വീണ്ടുകൊള്ളും. ദൈവത്തിന് മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. അവിടെ നമുക്കറിയാം, അവിടെ എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്താവ് അവനെ വിടുന്നു. അവൻ പോകുന്ന വഴിയില് ഒരു മിസ്രൈമ്യ ബാല്യക്കാരനെ കാണും. അവൻ 3 ദിവസമായി വെള്ളം കുടിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് രോഗം പിടിച്ച് ഒരുത്തൻ മരുഭൂമിയിൽ കിടക്കുക. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, നീ എവിടുത്തുകാരൻ? ഞാനൊരു മിസ്രൈമ്യ ദാസനാ,
ഞങ്ങളത് സിക്ലാഗ് തീ വെച്ച് ചുട്ടരിച്ച് ഞങ്ങൾ അവിടെയുള്ള സകല കൊള്ളയും എടുത്തുകൊണ്ട് പോകുന്ന വഴിയിൽ ഞാൻ ദീനപ്പെട്ടത് കൊണ്ട് എന്നെ ഇവിടെ കളഞ്ഞേച്ചു പോയി. അവനെ കളഞ്ഞേച്ചു പോയതല്ല, ദൈവം അവനെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഒരാമ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞതുപോലെ എന്തിനാണെന്നറിയാമോ? ആ പരീക്ഷയുടെ അടുക്കിലേക്ക് വഴി കാട്ടുവാൻ. ദൈവത്തിന് നന്ദി പറയും. ഇന്ന് രാത്രി അഭിഷേക് ദൈവകരങ്ങളിലേക്ക് അനേകരെ സ്തോത്രം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അനുഗ്രഹമായി തീരേണ്ടതിന് ചിലരെയൊക്കെ ദൈവം ഇട്ടുവെച്ചിട്ടുണ്ട്. സ്തോത്രം അവരെയൊക്കെ ഈ ദിവസങ്ങൾ നീ കണ്ടുമുട്ടും. അവർ മുഖാന്തരം നീ ആഗ്രഹിച്ച തുറമുഖത്ത് നീ എത്തും. തളർന്നു കിടക്കുന്ന ചിലത്, സ്തോത്രം പട്ടിണി കിടക്കുന്ന ചിലത്, വെള്ളം കിട്ടാതെ കിടക്കുന്ന ചിലത്, രോഗിയായി കിടക്കുന്ന ചിലത് നിന്നിലൂടെ പുറത്തു വരും. ആലിൽ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി ആലോചന കൈമാറുക. നീ അതെല്ലാം എത്തിപ്പിടിക്കും. പറഞ്ഞേ, ഞാൻ അതിനെ എത്തിപ്പിടിക്കും. യേശുവിന്റെ നാമം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്റെ ജനം അത് എത്തിപ്പിടിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സ്വത്രം പ്രത്യാശിക്കുന്ന ആ ശുഭഭാവി അതിനെ നമ്മൾ എത്തിപ്പിടിക്കാൻ പോയി. അതിന് നമുക്ക് വേണ്ടത് ഉപവാസവും പ്രാർത്ഥനയും. നമ്മൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തുവാൻ നമുക്ക് സ്വത്രം ഉപവാസ പ്രാർത്ഥന വളരെ വലിയ സപ്പോർട്ടായിരിക്കുക. അതുകൊണ്ട് സ്വത്രം ഇവിടെ നാം വായിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവനെന്റെ സ്വത്രം. 42-ാം സങ്കീർത്തനത്തിനകത്ത് ഹല്ലേലൂയ, സ്വത്രം 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 അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചില വേദനകൾ, നഷ്ടങ്ങൾ, ലിജിറോണി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പോയി. നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് വേദനപ്പെട്ട് നീ ഇരിക്കണ്ട. നീ ഇനിയും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ട് പോവുക. ഇവിടെ ദൈവം പറയുകയാണ്, എന്റെ ആത്മാവിനെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ എന്ത് ചെയ്യുക? പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായി, അതേപോലെ വീണ്ടും ഞാൻ ഇനിയും അവനിൽ സന്തോഷിക്കും. ഒന്ന് പറഞ്ഞേ ലിജിറോണി ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ ഇനിയും ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇനിയും ഞാൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളും. സ്വത്രം എന്ന് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ വിളിച്ചു പറ. കഴിഞ്ഞ കാലങ്ങളിലെ ചില നഷ്ടങ്ങൾ, ഹല്ലേലൂയ, സ്വത്രം നിന്റെ ജീവിതത്തിനകത്ത് വന്ന ചില ട്രാജഡികളെല്ലാം ദൈവം നികത്തി തരുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന കൈമാറും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സ്വത്രം ഇനി ഞാൻ അവനെ സ്തുതിക്കും. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തില് 8-ന്റെ 21 വായിക്കുന്നേ, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അതരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. പറഞ്ഞേ ഇനിയും എന്റെ ദൈവം എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഇന്ന് രാത്രി പ്രഖ്യാപിച്ച് ലിജിറോൺ എന്ന് പ്രഖ്യാപിച്ച്, ഇനിയും എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഇനിയും നിന്റെ വായിൽ ചിരി. അതുകൊണ്ട് സാറ ഇങ്ങനെ പറഞ്ഞു, അവൻ എന്റെ വായിൽ ചിരി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സ്വത്രം അവൾക്ക് ജനിച്ച മകന് അവൾ ഇസഹാക്ക് എന്ന് പേര്. സ്വത്രം പറഞ്ഞാട്ടെ. പറഞ്ഞേ, എനിക്കൊരു ദൈവം എന്നെ ചിരിപ്പിച്ചു എന്നാ സാറ എന്താ പറഞ്ഞേ? ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കും എന്ന് പറഞ്ഞ അവന് ഇസഹാക്ക് എന്ന് പേര്. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ എല്ലാവരും ദൈവത്തെ സൂചിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞേ, അവൻ ഇനിയും എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവമക്കൾ? എല്ലാവരും എടുത്ത
ഇനിയും എന്റെ ജീവിതത്തിനകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്റെ കർത്താവിന് ഇനിയും എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിപ്പാൻ കഴിയും. സോണി ജോബി അവളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ആമേൻ സ്തോത്രം. എന്റെ ദൈവം ഇനിയും എന്റെ വായിൽ ചിരിയും, എന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും അവൻ നിറയ്ക്കും. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രതീക്ഷയുടെ വാതിൽ തുറക്കാൻ പോവുക. രികമന ഹന്തര റികമനാദര വിമലവ ശതരമന ഗതലമന ശിഖമനഗതല ഘടകസി ഏക്ഷേഖാധീ ലഗനാധരമന ഗതല ഘടകം. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. ഓ സഹോദര അവിടെ വെച്ച് ഞാൻ അപ്പൊ ദൈവമായി ഒരു കൃത്യമായി സംസാരിക്കുവാൻ ഒരു ദൈവീയ ശുശ്രൂഷ നീ ഏറ്റെടുക്കാൻ പോവുകയാണ്. സോണി ജോബി ഈ ദൈവകാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താണ്. അവൻ അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. അല്ലേലൂയ. എങ്ങനെ സംസാരിക്കുന്നേ? അലറി വിളിച്ചു പോയി ഷാജി ഭാഷങ്ങൾ അല്ല, അവൻ കൃത്യമായി സംസാരിക്കും. അല്ലേലൂയ. ഏലിയാവിനോട് ദൈവം അവൻ സംസാരിച്ചത് മൃദുസ്വരത്തോടെ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് ആരോടൊക്കെ ഇടപെടുന്നു. തിമോത്തി മോനെ ദൈവത്തെ സൂക്ഷിച്ചിട്ടുണ്ടാട്ടെ. ആ കൊച്ചു ആമേ സ്വോത്രം വളർന്നു വരട്ടെ. ഒരു ഏലിയാവിനെ പോലെ ക്രിസ്തുവിൽ വളർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശബ്ദം കേൾക്കുവാനായി വളർന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളർന്നു വരട്ടെ. അനുഗ്രഹിച്ച് കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു. ശമൂവേൽ താൻ മുതൽ ബേർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നതുപോലെ ഒരു ആത്മനിയോഗ തലമുറയിൽ വെളിപ്പെടട്ടെ. നഷ്ടമായി പോകുമെന്നും ആമേ സ്വോത്രം ഈ തലമുറ ആമേ സ്വോത്രം അല്ലേലിയ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേക്കൂത്തായി നിൽക്കുമെന്നും പറഞ്ഞ് വിധി എഴുതിയ സ്ഥാനത്ത് നിന്ന് ഈ തലമുറയെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ആമേ പറഞ്ഞ് തിമോത്തി ദൈവകരങ്ങളിലേക്ക് കുഞ്ഞേൽപ്പിച്ചു കൊടുത്താട്ടെ. അനേകരുടെ മുമ്പിൽ ആമേ ഒരു അത്ഭുതമായി ഞാൻ നിന്നെ നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ്. ദാൻ മുതൽ ബേർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകരായിരുന്ന ശമൂവേലേ എന്ന് ചെറുപ്രായത്തിൽ തുടങ്ങി ദൈവശബ്ദം കേട്ട് വളർന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കേൾവി ശമൂവേലേ എന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കേൾവിയോട് ബന്ധപ്പെട്ടതൊക്കെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറിപ്പെട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശമൂവേലേ എന്ന് കേട്ടപ്പോൾ ആമേൻ വ്യക്തമായ കേൾവി കേൾക്കാതെ വണ്ണം ആമീൻ അത് ഏലിയാണെന്ന് വിചാരിച്ച് ആമീൻ മാറിപ്പോയ സ്ഥാനത്ത് യഥാർത്ഥമായി കേൾവിയിലേക്ക് വന്നതുപോലെ ഒരു വലിയ കേൾവി ശക്തിയും ദൈവകൃപയും ഈ പൈതലിലേക്ക് ഇപ്പോൾ പകർന്നു കൊടുക്കുന്നു പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തെ സൂക്ഷിച്ചിടുന്നുണ്ട്. അപ്പൊ സോണി ജോബി ദൈവാത്മാവ് പറയാണ്, ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. The book of Hosea chapter 2 verses 15 ദൈവാത്മാവ് നിനക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവാത്മാവ് പറയാണ്, ഞാൻ നിന്നെ വശീകരിച്ച് ആമേൻ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. ആമേൻ സ്തോത്രം. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെയും ആമേൻ പ്രത്യാശയുടെ വാതിലായ ആക്കോർ താഴ്വരയെയും തരും അല്ലെങ്കിൽ കൊടുക്കും. ഇപ്പോൾ ജീവിതത്തിനകത്ത് ഒരു പ്രത്യാശയുടെ വാതിൽ നിനക്ക് മുമ്പാകെ തുറക്കപ്പെടുമെന്ന കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ആമേ സ്വോത്രം എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തേ. ആമേ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേ സ്വോത്രം. അപ്പോൾ ഇന്ന് രാത്രി ലിഡിയ ജർമ്മനി നമ്മളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിൽ അല്പമേ ഉള്ളു ശക്തി, പക്ഷെ ഉള്ള ശക്തി കേൾപ്പിക്കാം. സ്വോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ദൈവാത്മ പറയാണ്, ദൈവം നിനക്ക് തന്ന ശക്തി ഹല്ലേലൂയ അതിനെ മുറുകെ പിടിച്ചു. യേശുവിന്റെ നാമത്തിൽ അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമത്തെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ എന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു. ഇന്ന് രാത്രി ലിഡിയ ജർമ്മനിയിൽ നിന്ന് കുഞ്ഞെ പരിശുദ്ധാത്മ പറയുന്ന ഒരു വാതിൽ ഞാൻ നിനക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. ഒരു മനുഷ്യനും അടയ്ക്കത്തില്ല. നീ എന്റെ വചനം കാത്ത് എന്റെ നാമത്തെ മാത്രം നിഷേധിക്കാതെ ഈ ദിവസങ്ങൾ ദൈവവാദപീഠത്തിൽ ഇരിക്കുക. സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു കുഞ്ഞെ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ. നിന്റെ ഈ ബലത്തോട് നമുക്ക് അല്പമേ ശക്തിയുള്ളൂ. ആ അല്പമുള്ള ശക്തി ഈ ദിവസങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഗിദയോന് ഗോതമ്പ് മെതിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ലേ? സ്വോത്രം. അത് അവൻ പ്രയോജനപ്പെടുത്തി ഇല്ലേ നിതിൻ? ഇന്ന് ഗോതമ്പ് മെതിക്കുന്നവനാ, പക്ഷെ നാളെ നിന്നെ മനുഷ്യരെ അല്ലെങ്കിൽ
ആമേ സ്തോത്രം മിദ്യാന്യരെ മെതിക്കുന്നവനാക്കി തീർക്കാൻ എന്റെ ദൈവത്തിൽ എത്ര സമയം ഏൽപ്പിച്ചു കൊടുത്തില്ല ഇതിന്? ഒരു ഗിദയോനെ പോലെ ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിനോട് പറയാം, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോടുകൂടി. ജീവിതത്തിനകത്ത് വലിയ പരാക്രമവും വലിയ വലിയ പ്രതീക്ഷയും വലിയ ശുഭഭാവിയെ കുറിച്ച് വലിയ പ്രത്യാശയുണ്ട്. പക്ഷേ ജീവിതത്തിനകത്ത് മുഴുവൻ മിദ്യാന്യ സംഭവങ്ങളാണ്. മിദ്യാന്യരുടെ പോരുകളും പോരാട്ടങ്ങളും ജീവിതത്തെ ഒരു ഇഞ്ച് പോലെ നിന്റെ ജീവിതത്തിനകത്ത് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങൾ കൊണ്ടുവരിക. വിതയ്ക്കുന്നതൊക്കെ മിദ്യാന്യർ കൊണ്ടുപോവുക. എന്തെല്ലാം മാറി മാറി നീ വിതച്ചു നോക്കി, പലയിടങ്ങളിലും പലതും ചെയ്തു നോക്കി. എന്നിട്ടും ജീവിതത്തിനകത്ത് കുഞ്ഞെ നിന്നെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ നിൽക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു കുതിച്ചുകയറ്റം ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ദൂതറിയിക്കുക. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ആകയാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ശക്തമായി പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവെ, ഞാൻ പലതും ചെയ്തു നോക്കി, എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആമേ സ്തോത്രം പലപ്പോഴും എല്ലാം മിദ്യാന്യർ കൊണ്ടുപോവുക. കർത്താവ്, പലപ്പോഴും ഞാൻ പരാക്രമശാലി, എന്നോട് ദൈവം ആമേ അനേക പ്രാവശ്യം പറഞ്ഞു ഞാൻ പരാക്രമശാലിയെ, പക്ഷേ കർത്താവെ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിന്നെ പിറകോട്ട് പിടിക്കുന്ന മിദ്യാന്യ ശക്തിയെ മുഴുവൻ ചവിട്ടി തകക്കളയുവാൻ ഞാൻ നിന്നെ കരങ്ങളെടുക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ലിദിനെന്ന അടിവയസ്സിൽ കാണുന്ന പ്രിയ സഹോദരനെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നീ യഹോവയ്ക്കുള്ളവനാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുവാൻ ആളുകൾ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് കൈമാറട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ദൈവത്തോടൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? കർത്താവേ, നീ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ, നിന്റെ ഈ ബലത്തോടെ പോകാം, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞൊരു ദൗത്യം നിന്നെ ഏൽപ്പിക്കുവാൻ ദൈവം വെമ്പൽപ്പെടുകയാണ്. ഈ ദിവസങ്ങൾ ആ ദൗത്യത്തിന് വേണ്ടി കാത്തിരിക്കെ ദൈവം അത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിഷാദിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാതകളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മളിൽ ഇരിക്കുന്ന ബലം എത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് എക്സ്ട്രാ പവർ വേണമെങ്കിൽ അത് ദൈവത്തിന്റെ. ഈ ശിംശോന് സ്തോത്രം തന്റെ അമ്മയോട് തന്റെ മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം ഇവൻ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒന്ന് കയറി. ഈ സ്തോത്രം നമ്മള് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് പിന്നെ ആള് വ്രതസ്ഥന അല്ലയോ? ഈ വ്രതസ്ഥന്മാരെ എങ്ങോട്ട് കയറരുത്. മുന്തിരിത്തോട്ടത്തിനകത്തോട്ട് കയറരുത്. നമ്മള് വിശ്വാസികളാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒന്നും കയറരുത്. സ്തോത്രം പറഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി നമ്മളെ സ്തോത്രം ഇവൻ മുന്തിരി വള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. മുന്തിരിച്ചാറിന്റെ അനുഭവം എടുക്കരുത്, കുടിക്കരുത്, മുന്തിരി വെള്ളം കുടിക്കരുത്, മുന്തിരിത്തോട്ടത്തിനകത്ത് പോകരുത്. ഇതൊക്കെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയായിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ അരികിലൂടെ പോയാലും പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മുന്തിരിച്ചാറ് വൈന് ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തൂടെ നമ്മളൊന്ന് കടന്നു പോകണ്ട. അവിടെ നിന്നൊക്കെ ഇനി മാറി പോന്നേക്കണം. എന്താണെന്നറിയോ? നിന്നെ വീഴ്ത്താൻ കാത്തിരിക്കുക അലർന്ന സിംഹം എന്ന പോലെ ആരെ വീഴ്ത്തേണ്ടെന്ന് പറഞ്ഞ് കൂടാടി സഞ്ചരിക്കുന്ന ഒരു പോരാട്ടം യേശുവിന്റെ നാമത്തിൽ ദൈവസഭയെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അസ എന്ത് ചെയ്യാനാ? വിടണമെന്ന് ആഗ്രഹം, പക്ഷെ കാണുമ്പോ അങ്ങ് മാടി വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. മാടി വിളിക്കുന്നതൊക്കെ യേശുവിന്റെ നാമത്തിൽ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വലിയ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ എല്ലാവരും സ്തോത്രത്തോടെ നട. ചിലർക്ക് വേണ്ടിയൊക്കെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേ സീക്രട്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേ സ്തോത്രം. അതിനകത്തുനിന്ന് ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഇവൻ ഈ ശിംശോന് ഇതിനരികിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ബാലസിംഹം അവന് നേരെ അലറി പാഞ്ഞു വന്ന് കണ്ണിമയ്ക്കുന്ന നേരത്തിലാണ് സംഭവം നടക്കുന്നത്. പക്ഷെ അതിനേക്കാൾ വേഗതയാ ദൈവത്തിന്റെ ആത്മാവ്. എത്ര പേരുണ്ട്? പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അല്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് ഒരു ദൂത് പറയട്ടെ. ആത്മാഭിഷേകമുള്ള നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നിന്റെ വിഷയത്തെ അവൻ പറഞ്ഞ് കർത്തദാസൻ സൈമൺ എബ്രഹാം
ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കട്ടുമുക്കനെ സ്തോത്രം സ്തോത്രം. കയ്യിൽ ഒന്നും വേണ്ടെന്നേ, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കും. മുമ്പിൽ നിന്ന ബഡ്ജറ്റിനെ അവനൊരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അഭിഷേകമുള്ള ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ സൂചിച്ചു. അഭിഷേകമുള്ളവന്റെ കൈ, തലയിൽ അഭിഷേകം ഉണ്ടോ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ബഡ്ജറ്റ് നിന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പറഞ്ഞേ പക്ഷെ എൽഷദായി കർത്തദാസൻ സ്തോത്രം, കർത്തദാസൻ ദൈവത്തെ സൂചിച്ചുകൊണ്ടിരുന്നത് നിന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിഷയം. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയാണ്, മോശ ദൈവത്തോട് യോജിക്കുന്നു. മോശയോട് ദൈവം പറയാണ്, ജനത്തിന് ഒരു ദിവസത്തെ ആഹാരമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസം മുഴുവനും അവരടച്ചു തിന്നു. അപ്പോ മുമ്പിൽ നിൽക്കുന്ന ബഡ്ജറ്റ് സാധാരണ ഒരു ബഡ്ജറ്റ് അല്ല, ആണോ? ഇന്ന് ബഡ്ജറ്റിന് മുമ്പിൽ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് വിടുതലാകുക. ദൈവത്തെ സൂചിച്ചുകൊണ്ടതാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ബഡ്ജറ്റ് എത്ര വലുതാകട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അത് വിടുതലാകും. ഇപ്പൊ മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എന്നെ കൂടെ 6 ലക്ഷം കാലാൾ തന്നെ, എല്ലാം കൂടെ ഏകദേശം 25 ലക്ഷം രൂപ, 25 ലക്ഷം ആളുകൾ മേലെയുണ്ട്, ഏകദേശം 40-നകത്തുണ്ട് ആളുകൾ. അപ്പൊ ഇത്രയും വലിയ 40 ലക്ഷം വരുന്ന ഈ ജനത്തിന് ഒരു നേരം ആഹാരം ഇറച്ചി കൊടുക്കണമെങ്കിൽ ഈ കടലിലെയും ഈ സ്തോത്രം മീനിനെ മൊത്തത്തിൽ പിടിച്ചു കൂട്ടിയാലും ആമേൻ സ്തോത്രം സകല ആടുമാടുകളെ അറുത്താലും ഇവർക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവേ, നീ പറയുക, 1 നേരമല്ല, 5 നേരമല്ല, 1 മാസമല്ല, 1 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസം മുഴുവനും കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 40 × 30 ഒന്ന് ഡിവൈഡ് ചെയ്ത് എത്ര മില്യൺ വേണമെന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ ബഡ്ജറ്റ് ആണെങ്കിലും നിന്റെ കൂടാരവാതിക്കൽ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി ബഡ്ജറ്റിന്റെ മുമ്പിൽ കിടന്ന് നിലവിളിക്കാതെ നീ ആരെ സേവിക്കുന്നു, നീ ആരെ ആമേ സ്തോത്രം, നീ ആരെ സേവിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരിച്ചറിയുക. ഒരാമേൻ പറഞ്ഞ എല്ലാവരും അവൻ ഒരു കാറ്റടിപ്പിച്ചപ്പോൾ ആമേ സ്തോത്രം അല്ലെങ്കിൽ ജനം ആമൻ ഒരു നേരത്തെ ആമെ ഇറച്ചി ചോദിച്ചെടുത്ത് 30 ദിവസം തിന്നുവാൻ തക്കവണ്ണം ഓരോരുത്തന്റെ കൂടാര വാതുക്കൽ വന്നു. വിശ്വസിച്ച് ഈ ദൈവത്തെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്. ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി ഒന്നുമല്ല പറയുന്നു, ദൈവത്തിന്റെ മഹാശക്തിയെ കുറിച്ച് ഇന്ന് രാത്രി നാം തിരിച്ചറിയുന്നുവെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ചിലതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ വീട്ടുവാതിക്കൽ എത്തും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു. സ്തോത്രം, നിന്റെ കയ്യിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നേ ഓണി പറയേ ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി അത് നിന്റെ കരങ്ങളിൽ എത്തും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം നിന്റെ വാതിക്കൽ എത്തും, നിന്റെ ഡോർ സ്റ്റെപ്പിൽ എത്തും. വിശ്വസിക്കേ. അവിടെ ഒരു പ്രത്യേകതയാണത്. ഈ കാറ്റടിപ്പിച്ച് ഈ കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് ഓരോ കൂടാര വാതിക്കലിന്റെ മുമ്പിൽ അങ്ങനെ പറന്ന് നിൽക്കുമാറാക്കിയത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചത് നിന്റെ കൂടാരവാതിൽ വിട്ട് മറ്റൊരിടത്തോട്ട് പോകരുത്. നിന്റെ വാതിക്കൽ തന്നെ അത് പറന്നു നിൽക്കും. വിശ്വസിക്കുക ദൈവമക്കൾ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ ടെസ്സി ആമേൻ പറഞ്ഞാട്ടെ. നിനക്ക് ദൈവം കൽപ്പിച്ചത്, നിന്റെ തലമുറയ്ക്ക് ദൈവം കൽപ്പിച്ചത്, നിന്റെ കുടുംബത്തിന് ദൈവം കൽപ്പിച്ചാക്കിയത് അത് നിന്റെ വീട്ടുവാതിക്കൽ തന്നെ വരും. അത് വേറെ എങ്ങും പറന്നു പോകത്തില്ല. അകളി പറന്നു പോകും ഇല്ലെന്നേ, പറന്നു പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചത്, സ്വീഡനിൽ നിന്ന് പ്രിൻസി രാജേഷ് ദൈവകരങ്ങളെ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയത് നിന്റെ കൂടാരവാതിക്കൽ തന്നെ വന്ന് പറന്നു. ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും. നീ പിടിച്ചു കൂട്ടുന്നത് വരെ, നിങ്ങൾ പിടിച്ചു കൂട്ടുന്നത് വരെ അത് നിന്റെ മുമ്പിൽ പറക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി വിശ്വസിക്കാൻ ദൈവമക്കൾ ആമേൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ചിലത് ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ചില ദൈവപ്രവർത്തികൾ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്റെ ജനം കാണുവാൻ പോകുക. റാമന ചന്ദര അതുകൊണ്ടാ അവൻ കർത്താവിന്റെ വചനം പറഞ്ഞത്. മോശയെ നോക്കി ദൈവം പറയണം, എന്റെ വചനം നിവർത്തിയാകുമോ, എന്റെ കൈ കുറുകിപ്പോയോ, എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പൊ കാണും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ.
നമ്മുടെ മുമ്പിലാണ് ബഡ്ജറ്റൊക്കെ വലിയ 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 ബഡ്ജറ്റൊക്കെ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ ബഡ്ജറ്റുകളെ അറിയുന്ന ദൈവം, നിന്റെ അവസ്ഥയെ അറിയുന്ന ദൈവം. ഓ ഘടകം അന്തൽക്കരാതര റബലഭക്ഷതരമനകതലഘടകത്തി യേശുവിന്റെ നാമത്തിൽ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പറഞ്ഞേ, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും, നിന്റെ അതരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കൾ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ മാറ്റങ്ങളെ വരുത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിന് 30-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നൃത്തം. ഇന്ന് ചിലരുടെ വിലാപത്തെയൊക്കെ ദൈവം നൃത്തമാക്കി തീർക്കാൻ. ഓ ശമ റമന ഹദരബല പക്ഷ അതിരിമനകതലമന ശിഖമനകതല ഘടകം. ഓ സ്വതന്ത്രം, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നീ എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറ. ഇന്ന് രാത്രി എന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റങ്ങളെ വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ജിൻസി ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടോ. എന്റെ നിന്റെ ജീവിതത്തിനകത്തെ രട്ട് തമ്പുരാൻ അങ്ങ് അഴിച്ചു മാറ്റട്ടെ യേശുവിന്റെ നാമത്തിൽ. വിബലമനകതലമന ശിഖമനകതല ഘടകസി. എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കുന്ന ദൈവം. എന്തിനാണെന്നറിയാം? എന്തിനാ ഇത് ചെയ്യുന്നതെന്നറിയാമോ? നിന്റെ കഴിവുകൊണ്ട് സ്വാതന്ത്ര്യം, നിന്റെ സൗന്ദര്യമോ നിന്റെ ബലമോ നിന്റെ കഴിവോ പിടുത്തോ പണം കൊണ്ട് ദൈവം സന്തോഷിക്കാൻ വേണ്ടിയല്ല. നീ ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെ. ദൈവത്തെ സ്തുതിക്കാനാണ്. നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുന്ന എന്തിനാണെന്നറിയാം? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഇന്ന് രാത്രി എത്ര പേര് തീരുമാനം എടുക്കും? കർത്താവേ, മൗനമായിരിക്കാതെ ഞാൻ നിനക്ക് സ്തുതി പാടേണ്ടത്, എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കണം. ഇന്ന് ചിലരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ട് ഓ റബലഭക്ഷതരമനകതലമന ശിഖമനകതല ഘടകം അന്തൽഖരാതര റബലഭക്ഷതരമനകതല ഘടകസി. അത് ഏത് രട്ടാണെങ്കിലും ഇന്ന് രാത്രി സ്വർഗം അത് അഴിക്കും യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ഇന്ന് രാത്രി ചിലരുടെ രട്ട് തമ്പുരാൻ അഴിച്ചു മാറ്റുക യേശുവിന്റെ നാമം. ഓ റിഖമന ഹതരമല ഭക്ഷതരമനകത. എന്നിട്ട് സന്തോഷം ഉടുപ്പിച്ചിരിക്കും ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവിടുത്തെ ആത്മാവിന് അസാധ്യമായതൊന്നും അല്ലേ സ്തോത്രം. എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പൊ കാണും. അപ്പൊ അതുകൊണ്ട് സ്തോത്രം, ദൈവസ്ഥലിൽ വെച്ചിരിക്കുന്ന വിഷയം അത് എത്ര വലിയ ബഡ്ജറ്റ് ആണെങ്കിലും സ്വത്രം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. യോശുവ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കെ അത് എത്ര വലിയതാണെങ്കിൽ തമ്പുരാൻ അത് നിവർത്തി. ദൈവം അത് കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞ എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പൊ കാണും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കാണും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ സൂക്ഷിച്ചുണ്ട്. യോശുവയെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തലം? സ്വോത്രം. ഓ ഗ്ലോറി. അതുകൊണ്ട് ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ ജട്ടിനെ ദൈവം അഴിപ്പിക്കുന്നത് കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടതിനും അവരുടെ നാമത്തെ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന്റെ സ്വഭാവം. അപ്പൊ ഇന്ന് രാത്രി ദൈവം നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റങ്ങളെ വരുത്തുവാനായിട്ട് പോകും. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, യോനായുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കുമ്പോ അതിന്റെ 2-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. സ്തോത്രം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, നിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോകുമ്പോൾ നീ കർത്താവിനെ ഓർത്താൽ മാത്രം പോരാ. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്?
ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇന്ന് രാത്രി ഓർക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓർത്ത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയ ചിലരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയും, ശകരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞു. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി ഉത്തരമാകും യേശുവിന്റെ നാമത്തിൽ. ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് അവിടെ നമ്മൾ താഴോട്ട് വായിക്കും. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഭൂമി എന്നേക്കുമായി ഓടാമ്പലിട്ട് പൂട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി യോന പുറം ലോകം കാണില്ല, ഈ ഭൂമിയിൽ അവൻ കാല് കുത്തത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥനയാൽ അവൻ കാലുകുത്തി. പറഞ്ഞേ, സ്വതന്ത്രം പറഞ്ഞു. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. പക്ഷെ 3-ാം ദിവസം യോന അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഭൂമിയിൽ കാലുകുത്തി. പറഞ്ഞേ, കാരണം ഇത്രയേ ഉള്ളൂ, അവന്റെ പ്രാർത്ഥന. ഇന്ന് രാത്രി ഈ ലോകം മുഴുവൻ നിന്നെ ലോക്ക് ചെയ്താലും, ആരെല്ലാം നിന്നെ ബ്ലോക്ക് ചെയ്താലും, പ്രൈസി, ആരെല്ലാം നിന്നെ ബ്ലോക്ക് ചെയ്താൽ, എവിടെല്ലാം ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്തൂടെ ഈ നാളിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയുമെന്ന് പ്രൈസിയോട് ദൈവാത്മ പറയും. ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ മുമ്പിൽ കിടന്ന് പിടയ്ക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടഞ്ഞുപോയ വാതിലുകളുടെ മുമ്പിൽ, തടസ്സങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരിക്കലും ഇനി എനിക്ക് പുറത്തു വരുവാൻ, ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയയില്ല എന്നുള്ള ആ വിശ്വാസം സത്യമാണ് എങ്കിലും നിനക്കൊരു നിലവിളി ഉണ്ടെങ്കിൽ കുഞ്ഞെ, നീ നിലവയിൽ കാലുകുത്തും. ദൈവം ആഗ്രഹിച്ച സ്ഥാനത്ത് നീ കാലുകുത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രൈസിയോട് ദൈവാത്മാവ്. എല്ലാം അടഞ്ഞു കിടക്കുക, വഴികളെല്ലാം അടഞ്ഞ്, വാതിലുകളൊക്കെ അടഞ്ഞാണെങ്കിൽ നിന്റെ മുമ്പിൽ ദൈവം ഒരു ദർശനം വെച്ചിട്ടുണ്ട്. നീ നിലവയിൽ നിൽക്കും, നീ നിലവയിൽ നിൽക്കും, നീ നിലവയിൽ നിൽക്കും. ആമേൻ. കർത്താവ് നിന്നെ നിലവയിൽ എത്തിക്കും. ഏൽപ്പിച്ചു കൊടുത്തേ. റബലഭ ശതരമനകതല മനഷികമനകതല ഘടകം അന്തൽക്കരാതര റബലഭതരമനകതല ഘടകസി. കർത്താവ് പൗലോസിനോട് പറയുകയാണ്, നീ റോമിൽ നിൽക്കേണ്ടവനാകും. അതിൻ്റെ ഇടയ്ക്ക് ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഏത് ഈശാനമൂലം അടിച്ചാലും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അച്ചുപോയാലും, പറഞ്ഞേ ശ്രുതിയുടെ ചാനൽ ചിറയിൽ ഡേവിഡ് ആമീൻ പറഞ്ഞോണ്ട്, അവൻ സകല പ്രതീക്ഷയും അച്ചുപോയാലും ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, നീ മെലിത്തയിൽ, നീ റോമിൽ കാലുകുത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിനെ നിവർത്തിക്കുവാൻ കർത്താവിനൊരു പലകത്തുണ്ട് മതി. അമ്മി പറഞ്ഞേ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ റോമിൽ എത്തുമെന്ന് പറഞ്ഞപ്പോൾ കപ്പൽ തകർന്നു പോയപ്പോഴും കർത്താവിന് നിന്നെ രക്ഷിക്കുവാൻ ആ കപ്പലിന്റെ ഒരു പലകഷ്ണം മതിയായിരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേ പറഞ്ഞു. നമുക്ക് വലിയ കപ്പലും ഫ്ലൈറ്റും ഒന്നും വേണ്ട, നീ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ എന്റെ കർത്താവിന് ഒരു പലകഷ്ണം മതി. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം നിന്നോട് പറഞ്ഞ ആലോചനകൾ നീ ദൈവാത്മാവ് നിവർത്തീകരിക്കും. അയൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. അനേകരെ നിന്നിലൂടെ സൗഖ്യമാകട്ടെ, അനേകരുടെ കഷ്ടങ്ങൾ നിന്നിലൂടെ മാറിപ്പോകട്ടെ. ആമേൻ. മെലിത്തയിലെ പുബ്ലിയോസ് ദ്വീപിൽ നടന്ന ശുശ്രൂഷ പോലെ ഒരു ദൈവീയ ശുശ്രൂഷ നിന്നിലുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുക, പുബ്ലിയോസ് ദ്വീപിൽ വെച്ച് ആമേൻ ദൈവം നടത്തിയ ഒരു രോഗശാന്തി ശുശ്രൂഷ പോലെ ഒരു ദൈവീയ ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെട്ടു വരുമെന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന കൈമാറും. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നിന്നോട് ഈ രാത്രി ആലോചന കൈമാറുകയാണ്. പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. രമ്യ ജോഷുവ
ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവില്, ആമേ തടസ്സങ്ങളുടെ നടുവില്, ഇരുട്ടിന്റെ നടുവില്, പ്രതീക്ഷ അറ്റുപോയി നിൽക്കുന്ന സ്ഥാമേ ഹല്ലേലൂയ, ആമേ സ്ഥിതിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കും. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുക, ചില ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ സമയമായെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയാം. പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, അവൻ ഒരു ഇഞ്ച് പോലും, ഒരു കണിക പോലും അവിശ്വാസമില്ലായിരുന്നു. ലോകം മുഴുവനും പറഞ്ഞു രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. പക്ഷേ അതിന്റെ നടുവിലും നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് നന്മ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം പറഞ്ഞ ആലോചന ഇന്ന് രാത്രി ഏറ്റെടുക്ക. ഒരു നാളുകൾ ദൈവത്തിന്റെ ശബ്ദമായി, പാടുന്ന ശബ്ദമായി ആമേൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്നും ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറട്ടെ. യേശുവിന്റെ നാമം. എല്ലാവരും ദൈവത്തെ സൂക്ഷിച്ചിട്ടുണ്ടാട്ടെ, എല്ലാവരും ദൈവത്തെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവിടത്തേക്ക് നമ്മെ വിടുവിപ്പാൻ കഴിയും, രക്ഷിപ്പാൻ കഴിയും. നാമേ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ, ആമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി അവന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കും. നമുക്ക് എല്ലാം അനുകൂലമാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയുന്നുണ്ട്. ഉണ്ടോ റോണി ബ്രദറെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെ അറ്റുപോയി. അവൻ പകല് സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, ഒന്നും കാണാനില്ല. ഇതിന്റെ ഇടയ്ക്ക് ദൈവം പറയാണ്, നീ റോമിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം. പക്ഷെ നീ വിശ്വസിച്ചേ മതിയാവും. നീ വിശ്വസിക്കും. കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഓ ശമനകതരമനകതലകടകസി ഹല്ലേലൂയ, ആവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്യ രാജ്യത്ത് റോമിൽ അവൻ സ്വന്തം പൈസ കൊടുത്തു വാങ്ങി വീട്ടിൽ വർഷങ്ങളോളം താമസിച്ചു. റോണി ബ്രദറെ, ദൈവത്തെ സ്തുതിക്കുക. അന്യ രാജ്യത്ത് ഞാൻ നിനക്കൊരു കിടപ്പാട് ഒരുക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. പൗലോസിന് റോമിൽ ഒരു വീട് ഒരുക്കിയതുപോലെ ഒരു ഭവനത്തിന്റെ ക്രമീകരണം നിന്റെ ജീവിതത്തിൽ ഒരുക്കും. ഈ ആളുകളിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. ചില ദൈവപ്രവർത്തികൾ ഇപ്പോൾ എപ്പോ എല്ലാം വിട്ടുകളഞ്ഞ് പോണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ ശ്രോത്രം, കർത്താവ് പറയാ, എന്നെ വീട് പണി ഇല്ലയോ? സ്തോത്രം. ഒരു ആമയും പറഞ്ഞുകൊണ്ടിരുന്നേ, യേശുവിന്റെ നാമത്തിൽ ഓ റബലഭ ക്ഷതരമനകതല കിടക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി വിട്ടുകളഞ്ഞേച്ച് പോകാനല്ല, എവിടെയാണെങ്കിലും നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് ഈ ആത്മാവിൽ സന്തോഷത്തോടെ ആയിരിക്കും. നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നിനക്ക് അടിസ്ഥാനം വിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് വിടുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മ പറയാണ്, ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി വിടുതൽ ഉണ്ടാകട്ടെ. സ്തോത്രം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. 116 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. രാമൻ പറഞ്ഞേ, ആരോടൊക്കെ ദൈവം പറയുന്നല്ലോ. ചില വിഷയത്തിനകത്ത് വളരെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. അവൻ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, നിന്റെ സ്വോത്രം നിന്റെ കാലിനെ വീഴ്ചയിൽ രക്ഷിച്ചു. ഇനി ജീവനുള്ളവരുടെ ദേശത്ത് നീ യഹോവയുടെ മുമ്പാകെ നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞേ. സ്വോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ സ്വോത്രം കർത്താവ് പറയാണ്, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുക. എന്തുവാ? സ്വോത്രം. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കും. അപ്പൊ ചിലർക്കൊക്കെ സ്വസ്ഥത കൊടുക്കാൻ പോകും. ചിലയിടത്തൊന്നും സ്വസ്ഥത ഇല്ല. ആമേൻ പറഞ്ഞു. കാണുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ചിലയിടത്തൊന്നും ഒന്നില്ല, സ്വസ്ഥതയില്ല. കർത്താവ് പറയാണ്. അപ്പൊ മോശയോട് ദൈവം പറയാണ്, മോശയോട് എന്താ പറഞ്ഞേ ലിൻസിയാൻ? മോശയോട് ദൈവം പറയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ, ഞാൻ നിനക്ക് സ്വസ്ഥത. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് വലിയ സ്വസ്ഥത ദൈവം തരാൻ പോകും. വലിയ സ്വസ്ഥത മോശയോട് കൂടെ ഇരുന്നത് പോലെ. കർത്താവ് പറയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോകും, ഞാൻ നിനക്ക് സ്വസ്ഥത. അപ്പൊ ചില കുടുംബത്തിനകത്ത് ദൈവം സ്വസ്ഥത വരുത്താൻ പോകും. അതുകൊണ്ട് യെരമ്യാ പ്രവചനത്തിനകത്ത്
50-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. ഞാൻ ബാബേൽ നിവാസികൾക്കും ഭൂമിക്കും സ്വസ്ഥത വരുത്തേണ്ടതിന് അവരുടെ വ്യവഹാരം ഞാൻ ശ്രദ്ധയോടെ നടത്തും. ഇന്ന് ചിലരുടെ വിഷയം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ചില കുടുംബത്തിനകത്ത് വലിയ സ്വസ്ഥത വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ വ്യവഹാരം ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവൻ നിന്റെ വ്യവഹാരം അവൻ ഏറ്റെടുക്കുക യേശുവിന്റെ നാമത്തിൽ. അവരുടെ വ്യവഹാരം അതീവ ശ്രദ്ധയോടെ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ചിലരുടെ വ്യവഹാരം ലിഖിന അനുജിത് ഏൽപ്പിച്ചു കൊടുത്തേ. സ്വന്തം നിന്റെ വ്യവഹാരം കർത്താവ് ശ്രദ്ധയോടെ ഏറ്റെടുക്കുക. ശ്രദ്ധയോടെ. The book of Jeremiah chapter 50 verse 34. സ്വന്തം പരിശുദ്ധാത്മാവ് വചനം നിനക്ക് കൈമാറി തരും യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. പറഞ്ഞേ എന്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. എന്റെ വിഷയത്തിനകത്ത് എനിക്ക് സ്വസ്ഥത തരുവാൻ, എന്റെ വ്യവഹാരം ഏറ്റെടുക്കുവാൻ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് ഒന്ന് പറഞ്ഞേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നിന്റെ വീണ്ടെടുപ്പുകാരൻ കോഴയൊന്നുമല്ല, അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. അവൻ നിന്റെ വ്യവഹാരം ഹല്ലേലൂയ സ്വോത്രം പരിശോധിക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനത്തിനകത്ത് ഒരു വചനമുണ്ട്. സ്വോത്രം ഹല്ലേലൂയ. 51 യെശയ്യാവ് 51:22 ഇങ്ങനെ വായിക്കുന്നേ, നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രപുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒരാമൻ പറഞ്ഞേ, ഇന്ന് ആരോടൊക്കെ ദൈവാത്മ പറഞ്ഞ പരിഭ്രമത്തിന്റെ പാനപാത്രം ചില കുടുംബത്തിനകത്തുനിന്ന് ചില വ്യക്തികളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. നാളെ എന്തായിത്തീരും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിത്തീരും, ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ എന്ന് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കും എന്നൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ചിലരോട് ആ പരിഭ്രമത്തിന്റെ പാനപാത്രം തമ്പുരാൻ ഇപ്പൊ ഞാൻ എടുത്തം കളയുക. ഈ വാസപ്രാർത്ഥനയിൽ തമ്പുരാൻ ചെയ്ത ഒരു കാര്യമാണ്. എല്ലാവരും ദൈവത്തെ സൂചിച്ചിട്ടുണ്ടാകും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പരിഭ്രമം അതെന്താ കാര്യം അറിയൂ? നമ്മുടെ വ്യവഹാരം നടത്തുന്നവൻ അരുളി ചെയ്തു. അങ്ങനെ എഴുതിയേക്കുന്നു. അങ്ങനെ പറഞ്ഞേ ടെസ്സിസ് ദൈവത്തെ സൂചിച്ചിട്ടുണ്ടാകും. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവമായവന് പ്രകാരം അരുളി ചെയ്തു, ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ പരിഭ്രമത്തിന്റെ പാനപാത്രം ഇന്ന് രാത്രി ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് പിന്നെയും ദൈവാത്മാവ് എടുത്തു മാറ്റി. എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് കർത്താവ് ചിലരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. രത്നാബായി സുശീലൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്വോത്രം ഹല്ലേലൂയ അന്വേഷിക്കുവാൻ നീ ഇറങ്ങി പുറപ്പെട്ട നാള് മുതൽ ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞേ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുക. ആകയാൽ ഇന്ന് രാത്രി ഉറപ്പോടെ പറ, എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി ചില ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കുക. ജീവനുള്ള ദൈവത്തെ ആഴമായി സ്നേഹിപ്പാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ കാൽവരി ദർശനം എന്നിലേക്കൊന്ന് പകരണമെന്ന് പ്രിയ മാതാവെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ കാൽവരി ദർശനം എനിക്കൊന്ന് തരണമേ കർത്താവേ. ആ കാൽവരിയിൽ നീ അനുഭവിച്ച പാടുകൾ എന്റെ ജീവിതത്തിൽ ആ ദർശനമായി ഒന്ന് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയ മാതാവേ, ഈ ദിവസങ്ങൾ കാൽവരി ദർശനം നീ പ്രാപിക്കാൻ പോകുക. നീ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ കുടുംബത്തിന്റെ വിഷയം ഹല്ലേലൂയ. പരിഭ്രമത്തിന്റെ ഒരു ദുരാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചു നിൽപ്പുണ്ട്. മാനസിക രോഗങ്ങൾ കൊണ്ടുവന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് തകർച്ചകളെ കൊണ്ടുവന്നിട്ട് പലതിനെയും ചെതറിച്ച് കളയുന്ന ഒരു ദുരാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്നു. ഈ നാളുകളിൽ എല്ലാ മാനസിക നിലവാരങ്ങളെയും മാനസിക രോഗക്കെട്ടുകളെയും നിന്റെ കുടുംബത്തിനകത്തളങ്ങളിൽ നിന്ന് നിന്റെ സ്വോത്രം ഞാൻ മുற்றிലുമായി
തുടച്ചു നീക്കുമെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. രത്നവായി സുശീലൻ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂടുക. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കാൽവരി ദർശനം, ആ കാൽവരി ദർശനം. ആമീൻ. സ്വത്രം സ്വത്രം സ്വത്രം. ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുമെന്ന് ആത്മാവ് ദൂതറിയിക്കട്ടെ. സ്വത്രം. മോശ യഹോവയോട് അവൻ ഇങ്ങനെ കർത്താവെ നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. സുഭിഷ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൂടെ. കർത്താവെ മറ്റുള്ളവർ ചോദിക്കുന്ന പോലല്ല ചില ചോദ്യങ്ങൾ ദൈവസ്ഥലിൽ ചോദിച്ചിരിക്കുന്നത്. ആമേ സ്വത്രം. ഹല്ലേലൂയ. മോശ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞ, കുഞ്ഞെ നീ ചോദിച്ച കാര്യം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്റെ തേജസ് കണ്ടിട്ട് ഒരിക്കലും ഒരു മനുഷ്യന് ജീവനോടിരിക്കുന്നു. പക്ഷെ എന്നിട്ട് കർത്താവ് പറഞ്ഞു, എങ്കിലും നിന്റെ പ്രാർത്ഥന എനിക്ക് തള്ളിക്കളയാൻ പറ്റും, നിന്റെ അപേക്ഷ എനിക്ക് തള്ളിക്കളയാൻ പറ്റും. എങ്കിലും എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയും, ആ പാറമേൽ നീ നിൽക്കണം. ആ പാറയിൽ ഒരു പിളർപ്പും. ആ പാറ ക്രിസ്തു. ആ പാറയിൽ ഒരു പിളർപ്പുണ്ട്. ആ പിളർപ്പ് കാൽവരിയാണ്. ഇന്ന് രാത്രി എന്റെ അടുക്കൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സൊല്യൂഷനുണ്ട്. കർത്താവ് പറയും, എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 19, 20, 21. ദൈവാത്മാവ് ഇന്ന് രാത്രി നിനക്ക് കൈമാറുക. നീ ചോദിച്ച വിഷയം വലിയതാ, ഒരിക്കലും നടക്കാത്ത ഒരു വിഷയങ്ങളാ. പക്ഷെ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഇന്ന് രാത്രി ആമേ സ്വന്തം കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. കൃപ തോന്നുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ തോന്നും. ദൈവാത്മാവ് പറയും, ആർക്കും എന്നോട് ഒരു കൃപയുമില്ല, ആർക്കും എന്നോട് ഒരു കരുണയുമില്ല, ആർക്കും എന്റെ വിഷയത്തിനകത്ത് ഒരു വീണ്ടും വിചാരമില്ല, ഒരു ചിന്തയില്ല. ഒറ്റപ്പെട്ട കല്ലുപോലെ, തള്ളപ്പെട്ട കല്ലുപോലെ എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇനി നീ മാത്രമേ ഉള്ളു കർത്താവ്. പലപ്പോഴും ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് കർത്താവെ എന്തിനാ ജീവിക്കുന്നു, എന്തിനാ ഇവരിങ്ങനെയൊക്കെയുള്ളവരുടെ മുമ്പിൽ ഞാൻ ചിതറിപ്പോകുന്നു, ഞാൻ ജീവിക്കുന്നത് എന്തിനും. പലപ്പോഴും നീ എടുത്ത തീരുമാനങ്ങളെ തമ്പുരാൻ തട്ടിക്കളഞ്ഞു. എന്തിനാണെന്നറിയാം? നിന്നിലൂടെ എന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അനേക അവസരങ്ങൾ ഇനിയും ഉണ്ട് കുഞ്ഞെ. ദൈവം അതിനുവേണ്ടി നിന്നെ നിർത്തിയിരിക്കുക. അനേകായിരങ്ങൾക്ക് ഒരടയാളം യേശുവിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ സുഭിക്ഷയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കുഞ്ഞെ നിന്നെ നോക്കി ആലോചന കൈമാറുക. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, ചിലരോട് കനിവ് തോന്നണമെന്ന് എനിക്ക് മനസ്സുള്ളവരോട് ഞാൻ കനിവ്. ആശ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ കനിവ് തോന്നണമെന്ന് എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലും കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ കരുണ തോന്നുന്ന ദൈവത്താൽ ആശ എന്ന ഡിവൈസിൽ കാണുന്ന പ്രിയമാതാവെ ദൈവാത്മ വിളിച്ചു പറയുക. ആമേ സ്വന്തം സഹോദരി ദൈവാത്മ വിളിച്ചു പറയുക, കരുണ തോന്നുന്ന ദൈവത്താൽ സകലവും സാധിക്കും. അപ്പൊ നീ ദൈവസ്ഥലിൽ എഴുതി വെച്ചിരിക്കുന്ന വിഷയം അത് നടക്കും, അത് സാധിക്കും. ദൈവാത്മകനോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു. You read the book of Job chapter 22 verses 27 and 28. ദൈവാത്മാവ് ഇങ്ങനെ ആ വചനം കൈമാറുക. ആമേ സ്തോത്രം. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. പറഞ്ഞു സ്തോത്രം, പറഞ്ഞു സ്തോത്രം. അപ്പൊ ഈ ദിവസങ്ങൾ നീ നിരൂപിച്ചു വെച്ചിരിക്കുന്ന കാര്യം നടക്കും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിയുമ്പോൾ ദൈവത്തോട് എന്തൊക്കെ പറഞ്ഞിട്ടു അത് ചെയ്യാനും മടിക്കുന്നു. ആമേൻ സ്തോത്രം സ്തോത്രം. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. ആമേൻ സ്തോത്രം. ആമൻ. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥന എല്ലാവരും അല്ലേ. ഞാൻ വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. ആമേൻ. സമയം അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞത് അല്ലേ. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്നവൻ ഉത്തരവുണ്ട്. ഏത് ഇരുട്ടിലാണെങ്കിലും നീ നിരൂപിച്ചിരിക്കുക, അല്ലെങ്കിൽ നീ ഒരു കാര്യം നിരൂപിക്കും. ആ സാധനം എവിടെ ഇരിക്കുക, ആ കാര്യം എവിടെ ഇരിക്കുക? ഇരുട്ടിനകത്താണ്. പക്ഷെ കർത്താവ് പറയുന്നത് നിന്റെ വഴിയിൽ വെളിച്ചം പ്രകാശിക്കും. ആരുടെയൊക്കെയോ വിഷയങ്ങൾ വലിയ വലിയ ഇരുട്ടിനകത്തിരിക്കുക. ആമേൻ സ്തോത്രം. ഇരുട്ടിലിരിക്കുന്ന നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലിരിക്കുന്ന ഗുപ്തനിധികളെയും പറഞ്ഞേ തോമസച്ചായ സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞേ ജോബി അമ്മേൻ പൊൻവേലിയിൽ നിന്ന് സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ നിനക്ക് മുന്നേ കടന്നു ഇരുമ്പോടാമ്പിളിനെ തകർത്ത്
താമ്രക്കഥകളെ ഉടച്ച് ഇരുട്ടിലിരിക്കുന്ന നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് കൈമാറും. ഇന്ന് രാത്രി ഏൽപ്പിച്ചു. കാരണം എന്താ? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. എത്ര പേരുണ്ട്? സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണെന്ന് ദൈവത്തെ വിശ്വസിച്ചേ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ചില കുടുംബങ്ങളിനകത്ത് വെളിപ്പെടട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാവി ദൈവം നമുക്ക് നൽകി തരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ വലിയ വിജയങ്ങൾ ദൈവമക്കൾ കൊയ്തെടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോടും വാത്സല്യ എൽഷദായി മിനിസ്ട്രിയോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും ആമേൻ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. May God bless you. God bless you. God bless you in Jesus' name. Amen. Amen. Amen.